അമ്മ എന്തു പറ്റി ചേച്ചി? എനിക്ക് കല്യാണം വേണ്ട, എന്നെ കൊണ്ട് പറ്റില്ല. ഇത് വേണ്ടെന്ന് നീ ഒന്ന് അച്ഛനോട് പറയോ? എന്താ ചേച്ചി പറയുന്നൊക്കെ? ചേച്ചി എന്താ സ്വപ്നം കണ്ടോ? നേരം വെളുത്ത ചേച്ചിയുടെ കല്യാണ കൂടെ എൻ്റെ ഒരാഴ്ച കൊണ്ട് ഉണ്ടാക്കിയതാണെങ്കിലും ചേച്ചി ഓക്കെ പറഞ്ഞത് കൊണ്ടല്ല ചെയ്ത് ഉറപ്പിച്ചേ. എന്നിട്ടിപ്പോ കല്യാണത്തിനന്ന് പുലർച്ചെ വേണ്ടെന്ന് പറഞ്ഞ അതെന്നെ കൂടി ബാധിക്കില്ലേ ചേച്ചി? എനിക്കറിയാഞ്ഞിട്ടല്ല ദിവ്യ, പക്ഷെ എൻ്റെ മനസ്സ് പറയുന്നു അച്ചു തിരിച്ചു വരുന്നു. എനിക്ക് വേണ്ടി അവൻ തിരിച്ചു വന്നാൽ ഞാൻ അവനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമല്ലേ അത്? ഇത്ര നാൾ കാത്തിരുന്നതിനൊരു അർത്ഥമില്ലാതാവില്ലേ? ചേച്ചിക്ക് എന്താ ഭ്രാന്താണോ? ചേച്ചിയുടെ സ്റ്റോറി കേൾക്കുന്ന ഏത് പൊട്ടനും മനസ്സിലാവും അവൻ ചേച്ചിനെ നൈസായി തേച്ചിട്ട് പോയിക്കാണ്. എന്നിട്ട് ഇപ്പോഴും കാത്തിരിക്കുന്നു. കുറച്ചെങ്കിലും സെൽഫ് റെസ്പെക്റ്റ് വേണം. ആരോട് പറയുന്നേ? ചേച്ചി കല്യാണം വേണ്ടെന്ന് വെച്ചാലും കുഴപ്പമില്ല, പക്ഷെ അവന് വേണ്ടിയിട്ടാണെന്ന് പറയരുത്. നീ ഒന്ന് ഇമാജിൻ ചെയ്തൊക്കെ, ഇന്ന് വിവാഹം കഴിക്കാൻ പോകുന്ന നീ 2 വർഷമായിട്ട് പ്രണയിക്കുന്ന ആളല്ലേ. അവനല്ലാതെ വേറൊരാളെ കല്യാണം കഴിക്കേണ്ടി വന്നാൽ അവൻ ചീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നിനക്ക് വിശ്വസിക്കാൻ പറ്റുമോ? നിനക്കതൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? അതേ അവസ്ഥയല്ല ഞാനും. അതർവേ, നീ എണീക്കുന്നുണ്ട്? സമയം 8 മണിയായി. 8 മണിക്ക് എന്നെ വിളിക്കല്ലേ എൻ്റെ ഏട്ടാ, കുറച്ച് നേരം കിടന്ന് ഉറങ്ങിക്കോട്ടെ. എടാ 8 മണിയായി, ഇന്ന് എൻ്റെ കല്യാണം. 2 അനിയന്മാരുള്ള പോത്തുപോലെ കിടന്നുറങ്ങേ. എണീക്കുന്നുണ്ടോ? അവിടെ അച്ഛനമ്മ ആ ഭ്രാന്തളകി നിൽക്കുക. കൺഗ്രാജുലേഷൻസ്, ഗുഡ് നൈറ്റ്. കൺഗ്രാജുലേഷൻസോ? ഇവന് ബോധമില്ലേ? എൻ്റെ പൊന്നതർവേ, നിന്നെ അച്ഛനമ്മ വെയിറ്റ് ചെയ്ത് നിൽക്കേ. 5 വർഷമല്ലേ വീട്ടിൽ കയറിയിട്ട്. അതിന്റെ സകലമാന ദേഷ്യത്തിലാണ് നിൽക്കുന്നേ. ഇന്ന് കല്യാണ ദിവസമായി കാരണം ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിർത്തിയിരിക്കുക. അപ്പോഴവൻ്റെ ഒരു ഉറക്കം. എടാ എണീക്കടാ, നമുക്ക് ഓഡിറ്റോറിയത്തിലേക്ക് എത്തണ്ടേ? ഞാനത് മറന്നുപോയി. ഏട്ടാ സപ്പോർട്ട് ചെയ്യണേ. അമ്മ, എൻ്റെ അനിയൻ പാവാണ്. 5 വർഷം മുമ്പ് ഏതൊരു പെൺകുട്ടിയെ കണ്ട് ഇഷ്ടമായി. ഇഷ്ടം പറയാൻ പോയപ്പോൾ അവൾക്ക് വേറൊരു വിഷയക്കെന്നെ ഇഷ്ടമാണെന്ന് അറിഞ്ഞു. അതുകൊണ്ട് അവന് നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത വിഷമം കൊണ്ട് അവൻ നാട് വിട്ട് ബാംഗ്ലൂർ പോയി നിന്ന് പഠിച്ചു. ഇതാണോ പറയണ്ടേ? നമുക്ക് അരുണേടനെ വിളിച്ചാലോ? എന്നെ വിളിക്കണ്ട, ഞാൻ ഓൾറെഡി എണീറ്റ് കൊടുക്കേ. ഞാൻ ആകെ ആശങ്കയിലാണ്. അരുണേട്ടാ, അരുണേട്ടനക്ക് എന്താ ആശങ്കയുള്ളേ? അച്ചേട്ടൻ്റെ കല്യാണം കഴിഞ്ഞാൽ അരുണേട്ടന് കല്യാണം കഴിക്കാം. ലവ് മാരേജിനാണെങ്കിലും 1 സൈഡ് ഒരു ലവർ ഉണ്ടല്ലോ, അവളെ സെറ്റാക്കിയാൽ പോരെ. എൻ്റെ കാര്യമാണ്. എനിക്കിനി ഒരു പെണ്ണും വേണ്ട, പെടക്കോഴും വേണ്ട. എൻ്റെ പൊന്നതറവേ, ആകെ 2-3 പ്രാവശ്യം കണ്ടുപറ്റുള്ളൊരു പെൺകുട്ടിക്ക് വേറൊരാൾ ഇഷ്ടമുണ്ടെന്ന് കണ്ടാ നീ അവളെ വിട്ട് വേറൊരാളെ പ്രപ്പോസ് ചെയ്യണമായിരുന്നു. ആ 3 പ്രാവശ്യം കണ്ട പെൺകുട്ടി എൻ്റെ മനസ്സിൽ ഇത്രയും സ്വാധീനിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവളെ എത്രമാത്രം പ്രണയിച്ചിട്ടുണ്ടായിരിക്കും. ഒരു നിരാശപ്പെട്ട് സാഡായി വരുന്നു. അതിൻ്റെ ഇട കൊളാക്കി പറഞ്ഞു തൊലക്ക്. എടാ അവള് വിളിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ 1 സൈഡ് ലവിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അവിടെ കല്യാണം ഉറപ്പിച്ചു. അത് എന്നോടൊന്ന് മുടക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്യാ? എന്ത് ചെയ്യാന്നാ? എഫ്കോഴ്സ് പോയി മുടക്കിയിട്ട് വാ. അജയേട്ടാ, എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് സെറ്റാക്കോ അച്ഛനും അമ്മേൻ്റെ അടുത്തും. അരുണേ, എന്നെ കൊണ്ട് പറ്റും തോന്നുന്നില്ല. നിനക്കറിയാലോ എൻ്റെ സ്വഭാവം. ഇത്ര വലിയ കാര്യങ്ങളൊന്നും ഹാൻഡിൽ ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റില്ല. പോരാതെ ഇന്ന് എൻ്റെ കല്യാണത്തിന് ടെൻഷൻ വേറെ. ഇത് ഇത്ര തല പുണ്ണാകേണ്ട കാര്യമൊന്നുമില്ല, സിമ്പിൾ കാര്യമല്ലേ. ഏട്ടനൊന്നും മിണ്ടണ്ട, ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ആദ്യം ദിവ്യേച്ചിക്ക് വിളിക്കുക, എന്നിട്ട് കാര്യം പറയണം. ചേച്ചിയോട് പറയണം അമ്മക്ക് വിളിച്ചിട്ട് ചേച്ചിയുടെ എന്തെങ്കിലും ഒരു സാധനം വാങ്ങിക്കാൻ ഞങ്ങളെ പറഞ്ഞയക്കണം. മുഹൂർത്തത്തിന് സമയമാകുമ്പോഴത്തേക്കും ഞങ്ങൾ അങ്ങ് എത്തിക്കോളാം. ചേച്ചിക്ക് വാങ്ങിക്കാനെന്ന് പറഞ്ഞാൽ അമ്മ സീനാവില്ല. പിന്നെ അച്ഛനല്ലേ, ഓൾവേസ് ഹാപ്പി. അപ്പൊ പിന്നെ ആ പ്രശ്നമല്ല. നീ വന്നില്ലായിരുന്നെങ്കിൽ പെട്ടുപോയനെ. ഞാൻ അതല്ല ആലോചിക്കുന്നേ, നിനക്ക് എന്തുകൊണ്ടൊരു പെണ്ണ് സെറ്റായില്ല? ആയിരുന്നെങ്കിൽ നിന്റെ ഒക്കെ കല്യാണം എന്നെ കഴിയേണ്ടതായിരുന്നു. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. അല്ലോ, അജയേട്ടന്റെ കല്യാണം നടക്കുന്ന ഓഡിറ്റോറിയം ഏതാ?
അപ്പൊ ഇവര് ഓഡിറ്റോറിയം ബുക്ക് ചെയ്യുമ്പോ ഏട്ടൻ അവിടെ ആയിരുന്നു. ഇവര് ഓഡിറ്റോറിയം ബുക്ക് ചെയ്യുന്ന ദിവസം അവളുടെ കല്യാണം ഉറപ്പിച്ചേ. അപ്പൊ ഞാൻ കുടിച്ച് ഓഫായി പോയി. കള്ളോ? ഇവനോ? 3 കുപ്പി സ്പ്രൈറ്റ് കുടിച്ച് ബോധം പോയി കിടന്നതിനാ കുടിച്ച് ഓഫായി എന്ന് പറയുന്നത്. അല്ല, ഇവരിത് എവിടുക്കാ പോകുന്നേ? അമ്മയോട് ദിവ പറഞ്ഞില്ലേ അവൾക്ക് എന്തോ സാധനം വാങ്ങിക്കാനുണ്ടെന്ന്. ആ, ഞാനത് മറന്നുപോയടാ. ഇവനെ കൊണ്ട് നമുക്കേ ഒരു പ്രയോജനമല്ല, അവർക്കേലുണ്ടായിക്കോട്ടെ. 5 വർഷം കഴിഞ്ഞ് വരാണ്. നല്ല ദിവസമായി പോയി. ഇല്ലെങ്കിണ്ടല്ലോ ഇതൊക്കെ കഴിയട്ടടന്ന് എനിക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. എടാ മോനെ അതിർവേ, നീ ഒരു ഉപകാരം ചെയ്തു തരുമോ? ഏതായാലും ദിവ്യക്ക് എന്ത് വാങ്ങിക്കാൻ പോവുകയാണെന്നല്ല പറഞ്ഞേ. അപ്പൊ നീ എനിക്ക് കുറച്ച് കാച്ചാപ്പിടി വാങ്ങിച്ചു തരുവാടാ. നീ വന്നിട്ട് അച്ഛനൊന്നും ഒന്നില്ലല്ലോ. എന്റെ പൊന്നച്ഛ, നിങ്ങളുടെ മോനെ കല്യാണത്തിനാ പോകുന്നത്, അല്ലാണ്ട് വിളിക്കണ മത്സരത്തിനല്ല. നിങ്ങൾക്ക് എന്താ കാജാപിടി അല്ല വേണ്ടേ? വന്നിട്ട് വാങ്ങിച്ചു തരാം. ഓ എന്റെ അച്ഛൻ അതൊന്നും നിർത്തിക്കൂടെ? നിനക്കതൊക്കെ പറയാം. നീ പോയതിന് ശേഷമാണ് കാജാപിടിയിൽ നിന്ന് പിരിഞ്ഞിരിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായി. നിന്നെ കാണാതെ ഞാൻ 5 വർഷം പിടിച്ചെന്ന്. പക്ഷേ കാജാപിടി ഇല്ലാതെ 5 മിനിറ്റ് പോലും എന്നെ കൊണ്ട് പിടിച്ചെടുക്കാൻ പറ്റില്ല. ദേ ഓഡിറ്റോറിയം എത്തി. എടാ അതർവ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് കേട്ടാ. എന്താ നിന്റെ പ്ലാൻ എന്തെങ്കിലും എന്നോടൊന്ന് പറ. ഇങ്ങനെ ടെൻഷൻ ആവാതിരിക്കുക. ഞാനല്ലേ ഉള്ളേ. ഞാനിപ്പോ ഒരു വാക്ക് തരാം. എന്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ ഇന്ന് ഈ ദിവസം അവളുടെ ഈ കല്യാണം മുടക്കി ഞാൻ എന്റെ അരുണേട്ടന് ഇട്ടു തരും. പറ്റെങ്കിൽ ഇന്ന് തന്നെ നിങ്ങളുടെ കല്യാണം നടത്തി തരും. ഇനി ഞാൻ അരുണേട്ടന് തരുന്ന വാക്കാ. നിന്നെ പോലെ ഒരു അനിയനെ കിട്ടിയ ഞാൻ പുണ്യം ചെയ്യണം. നമ്മൾ കറക്റ്റ് സമയത്താണ് വന്നിട്ടുള്ളത്. അവിടെ സിസ്റ്ററിന്റെ താലികെട്ട് കഴിഞ്ഞത്രേ. അവളെപ്പോൾ സ്റ്റേജിലേക്ക് കൊണ്ടുവരും. ഏട്ടൻ ഇപ്പോഴും ടെൻഷനാണോ? ഒന്നുകൂടെ പേടിക്കണ്ട. ഞാൻ വാക്ക് തന്നതല്ലേ. ഏട്ടൻ ഇന്ന് അവളെ കൈ പിടിച്ചിട്ട് വരുന്ന നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോകും. അമ്മയ്ക്ക് സർപ്രൈസ് ആയിക്കോളും. അതാ അവസ്ഥ. എടാ ജാക്സ, നീ എങ്ങനെയെങ്കിലും അവളെ കുറിച്ചൊരു ഡീറ്റെയിൽസ് എപ്പിച്ചാടാ. എനിക്ക് അവിടെ ഇല്ലാണ്ട് പറ്റില്ലാത്ത പോലെ. ഞാൻ രാവിലെ തൊട്ട് വൈകിട്ട് വരെ കുന്തം പോലെ ഇവിടെ നിൽക്കുക, അവളെ ഒന്ന് കാണാൻ വേണ്ടി മാത്രം തോന്നി. നോക്കട്ടെ, നീ എന്തായാലും ഇവിടെ വെയിറ്റ് ചെയ്യേ. എടാ എന്തായി? അവളുടെ പേര് കണ്ടുപിടിച്ചോ? എവിടെയാടാ അവളുടെ വീട്? എടാ എന്തേലും ഒന്ന് പറയടാ വേഗം. എൻ്റെ പൊന്നാന്തരവ് നീ ഒന്ന് ഒതുങ്ങി നിൽക്ക്. പേര് കണ്ടുപിടിച്ചു. ആസാന്ന് അവളുടെ പേര്. ആളുടെ ബികോം ഫസ്റ്റ് ഇയറാ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. അവൾ 8ാം ക്ലാസ് മുതൽ ഏതൊരു ചെക്കനിൻ്റെ ഇഷ്ടത്തിലാണ്. ഭയങ്കര ഡീപ്പ് ലവാണ്. ആൾ കുറച്ച് ഇൻട്രോവേർട്ടാണ്. അങ്ങനെ ആരായിട്ടും അടുപ്പത്തിലല്ല. ആകെ കൂടി അവനായിട്ട് സംസാരം മുഴുവൻ. ഇവിടെയുള്ള കുറേ ചെക്കന്മാർ അവളുടെ പിന്നാലെ ഉണ്ട്. ഇഷ്ടമെന്ന് അറിഞ്ഞിട്ട് കൂടി. പക്ഷെ അവൾ അങ്ങനത്തെ ടൈപ്പല്ല. അവർ തമ്മിൽ പിരിയും തോന്നണില്ല. നീ അവളെ നോക്കാതിരിക്കണം നല്ലേ. കേട്ടറിഞ്ഞോടത്തോളം ആ ചെക്കിന് എത്ര ഡീപ്പായിട്ട് അവളുടെ സ്നേഹം. നീ അവളെ മറന്നേക്കടാ. എടാ നീ ഇതെന്താ ആലോചിച്ച് നിൽക്കേ? താലി കെട്ട സമയമായി. എന്തെങ്കിലും ഒന്ന് ചെയ്യടാ.
സ്റ്റോപ്പ് ഇറ്റ്. ഈ കല്യാണം നടക്കില്ല. അവൾ എൻ്റെ പെണ്ണാണ്. ഞാനല്ലാതെ അവളുടെ കഴുത്തിൽ വേറെ ആരും താരി കെട്ടില്ല. ഇതായിരിക്കും എൻ്റെ പ്ലാൻ. ഇപ്പോൾ കല്യാണം നടക്കില്ലല്ലോ. പക്ഷെ അവൻ എൻ്റെ പേര് പറയാറുന്നില്ലേ? കല്യാണം മുടങ്ങിയാൽ മതിയല്ലോ. അരുൺ, എനിക്ക് ആകെ കൂടി അറിയാവുന്നൊരു ഫ്രണ്ട് നീയാ. നീ അല്ലാതെ വേറെ എനിക്കൊരു ഫ്രണ്ടും ഇല്ല. എനിക്കൊരു ഹെൽപ്പ് ചെയ്തു തരുമോ? എൻ്റെ കല്യാണം അവർ പെട്ടെന്ന് തീരുമാനിച്ചു. ഇന്ന് നേരം പോലത്തെ എൻ്റെ കല്യാണം. എനിക്ക് എങ്ങനെയും ഈ കല്യാണം ഒന്ന് മുടക്കി തരുമോ? എന്ത് ചെയ്താലും വേണ്ടില്ല. ഏവി തറ്റം വരെ പോകാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ ഈ കല്യാണം എങ്ങനെയൊന്നും മുടക്കി തരണം പ്ലീസ്. എനിക്ക് വിളിച്ച് പറയാനൊന്നും വേറെ ആരുമില്ല. ഇതിൽ അപ്പുറത്തേക്കും സംസാരിക്കാൻ പറ്റില്ല. വീട്ടിലെല്ലാവരും ഉണ്ട്. എന്തെങ്കിലും ആക്കിയിട്ട് ഈ കല്യാണം ഒന്ന് മുടക്കി തരുമോ? ഞാൻ ഓഡിറ്റോറിയത്തിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് ലൊക്കേഷനൊക്കെ അയച്ചു തരാം പ്ലീസ്. എനിക്ക് വേറെ ആരും ഇല്ലാത്തതുകൊണ്ടാണ്. ഇതൊന്ന് വേഗം മുടക്കി തരണം. ഞാൻ നീ വരുന്ന വിശ്വസിച്ച് കാത്തിരിക്കും. ആസ്ത, ഇവനീ പറയുന്നൊക്കെ സത്യമാണോ? നിനക്കറിയോ ഇവനെ? എനിക്കറിയാവനെ. ഞാൻ പറഞ്ഞിട്ടാണ് വന്നത്. അച്ഛനോട് ക്ഷമിക്കണം. ഈ കല്യാണം എനിക്ക് വേണ്ട. അടിയ, ഇവളുടെ ആങ്ങളുടെ മോളല്ലേന്ന് കരുതിയും നിങ്ങളെ വിഷമം കണ്ടിട്ടാ ഞാൻ എൻ്റെ മോനെ കൊണ്ട് നിങ്ങളെ മോളെ കല്യാണം കഴിപ്പിക്കാമെന്ന് വിചാരിച്ച്. ഇപ്പം ഞങ്ങൾ വെറും കോമാളിയൊക്കെ ഓർന്നു. നിങ്ങൾ ഇനി കല്യാണം നടക്കില്ല. ഇനി നിങ്ങളുമായി ഞങ്ങളുടെ ഒരു ബന്ധമില്ല. ആസ്ത, നീ ഇതുവരെ ചെയ്ത തെറ്റാണ്. ഏറ്റവും വലിയ തെറ്റാണ് ഈ ചെയ്തത്. പണ്ടത്തൊന്നും മറന്നില്ലല്ലോ. ഇന്ന് നീ എന്നെ നോവിച്ചതിൻ്റെ 1000 ഇരട്ടി നീ എൻ്റെ കാലിൻ്റെ അടിയിൽ കിടന്ന് കരയും. കുറിച്ച് വെച്ചോ. നീ സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഞാനൊന്ന് കാണട്ടെ. ഇതിനും വലിയൊരു നാണക്കേട് നീ എനിക്ക് തരാനില്ല. നിന്നോട് ചോദിച്ചിട്ടായിരുന്നില്ല മോളെ ഞാൻ ഈ കല്യാണം തീരുമാനിച്ചേ. ഇപ്പോൾ കണ്ടില്ലേ, ബന്ധം വരെ പോയി. ഇനി കല്യാണം നടക്കില്ല എന്ന് ഞാൻ ഇവരോട് എല്ലാവരും പറയാം. അങ്കിൾ, ഇങ്ങനെ ചെയ്തതിൽ എനിക്ക് നല്ല വിഷമമുണ്ട്. എനിക്ക് അവളെ നഷ്ടപ്പെടുമെന്ന് അറിയിച്ചപ്പോൾ എനിക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ട് ചെയ്തതാണ്. അത്രയ്ക്ക് ഇഷ്ടമായിപ്പോയി. ഈ കല്യാണം അവിടെ വെച്ച് മുടങ്ങിയിട്ടുണ്ടെങ്കിൽ, അച്ഛൻ വിഷമിച്ചിട്ടുണ്ടെങ്കിൽ ഞാനിങ്ങനെ വിളിച്ചോട്ടെ. സമ്മതമാണെങ്കിൽ ഇതേ മുഹൂർത്തത്തിൽ ഇതേ ആൾക്കാരുടെ മുന്നിൽ വെച്ച് ഞാൻ ഇവളെ വിവാഹം കഴിച്ചോളാം. അച്ഛനൊരു വാക്ക് പറഞ്ഞാൽ മതി. എനിക്കൊരു 100 വട്ടം സമ്മതം. ഇവളുടെ വിഷമം 5 വർഷമായിട്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇവൾ പറഞ്ഞിരുന്നു നീ തിരിച്ചു വരുന്നു. പക്ഷെ ഞാൻ വിശ്വസിച്ചില്ല. എനിക്കിവിടെ സന്തോഷത്തിനെക്കാട്ടി വലുതല്ലോ ഒന്ന്. ചേച്ചി, ആ അരുണേട്ട ചേച്ചിയുടെ കല്യാണം മുടക്കാൻ വരുമോ? ചേച്ചി ടെൻഷൻ ആവണ്ട, ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവർ രണ്ട് ബ്രദറിനായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. ഡോണ്ട് വറി. പിന്നെ എൻ്റെ മുഹൂർത്തത്തിന് സമയമായി. ചേച്ചി ഇതുവരെ കണ്ടിട്ടില്ല എൻ്റെ ഹസ്ബൻഡ് ആവാൻ പോകുന്ന ആളെ. ആ ചേട്ടൻ എത്തിയിട്ടുണ്ട്. ഞാൻ പരിചയപ്പെടുത്തി തരട്ടെ. ഇനിയെങ്കിലും ഒന്ന് സംസാരിക്കും ചേച്ചി. അജയേട്ടാ, ഒന്നിനൊന്ന് വന്നേ, ചേച്ചിയെ പരിചയപ്പെടുത്തി തരാം. Asta, I love you.
ഇന്നെന്നെ ആദ്യമായിട്ട് കണ്ടപ്പോൾ എനിക്കെന്തോ ഒരുപാട് അർത്ഥം അറിയുന്ന ഒരാളെ പോലെ, എവിടെ കണ്ടു മറന്ന പോലെ. നമ്മൾ കഴിഞ്ഞ ജന്മത്തിലും ശരിക്കും ഭാര്യയും ഭർത്താക്കന്മാരായിരിക്കും. അതാ അങ്ങനെ തോന്നുന്നത്. എന്നെ വിട്ടു പോവുമോ? ആസ്ത, ഇന്നൊക്കെ നമ്മൾ പ്രണയിക്കാൻ തുടങ്ങിയിട്ട് 6 വർഷം തികയുന്നു. ഞാൻ നിന്റെ വീട്ടിൽ വന്ന് ചോദിച്ചോട്ടെ? ഹലോ ആസ്ത, എൻ്റെ പേര് അജയ്. അച്ചു. അജു എന്ന് എന്നെ വിളിക്കുന്നത് എനിക്കിഷ്ടമല്ല. അജയ് എന്ന് വിളിച്ചാൽ മതി. എനിക്കതാ ഇഷ്ടം. അതെ, നിങ്ങളൊന്ന് സംസാരിക്കുക. മുഹൂർത്തത്തിന് സമയമായിക്കൊണ്ടിരിക്കുക. എനിക്ക് ടെൻഷനായിട്ടാ തോന്നുന്നു. ടോയ്ലറ്റിൽ പോകാൻ തോന്നുന്നു. ഞാൻ ഇപ്പൊ വരാവേ. നീയാണോ ദിവ്യ കല്യാണം കേൾക്കാൻ പോകുന്നത്? നീ ആയിട്ടായിരുന്നു ഇത്രയും കാലം ദിവ്യ സ്നേഹത്തിലായിരുന്നേ? എന്താ ഇതൊക്കെ? അപ്പം ഞാനാരാ? ഈ കഴിഞ്ഞ 5 വർഷമായിട്ട് നീ എന്നെ പറ്റിച്ചിട്ട് പോയിക്കണോ? അതോ നീ തിരിച്ചു വരുമോ? ഒന്നും അറിയാതെ നിനക്ക് വേണ്ടി കാത്തിരിക്കുക. എന്നിട്ടിപ്പോൾ തന്നെ ഇങ്ങനെ പാരാജു, എന്താ ഇതൊക്കെ? ഞാൻ ആരാ? ഞാൻ ഇനി എന്താ ചെയ്യണ്ടേ? ആസ്ത, നീ ഇപ്പോഴും അത് കാലിച്ചിരിക്കണം. വർഷം 5 കഴിഞ്ഞു. ഞാനിപ്പോൾ നിന്റെ പഴയ അജു അല്ല. ഞാൻ നിന്റെ അനിയത്തിയെ കല്യാണം കഴിക്കാൻ പോകുന്ന. എൻ്റെ പേര് അജയ്. എനിക്കിനി നിന്റെ അജു ആകാൻ കഴിയില്ല, ഒരിക്കലും. നീ എല്ലാം മറക്കാൻ നോക്ക്. എനിക്കറിയായിരുന്നു ദിവ്യയുടെ ചേച്ചി നീയാണ്. അറിഞ്ഞോണ്ടല്ലേ ഞാൻ അവളെ പ്രണയിച്ചത് തന്നെ. നീ മതിയാക്ക്. നീ വേറെ ആരെങ്കിലും കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കാൻ നോക്ക്. ഇന്ന് നിന്റെ കല്യാണമല്ലേ? നീ ഓക്കെ പറഞ്ഞതുമല്ലേ? പിന്നെന്താ നിന്റെ പ്രശ്നം? നിനക്ക് തെറ്റാജു. ഇന്ന് ഇവിടെ എൻ്റെ കല്യാണം നടക്കാൻ പോകുന്നില്ല. അത് മുടങ്ങും. പക്ഷെ ഞാൻ എന്തിനു വേണ്ടിയിട്ട് ഇതൊക്കെ ചെയ്തേ? ഞാൻ ഇതിന് സമ്മതിക്കില്ല. എനിക്ക് നീ തന്നെ പറ്റില്ല അജു. എങ്ങനെ ഞാൻ പെട്ടെന്ന് നിന്റെ ആരും ഇല്ലാതായ? എങ്ങനെ എൻ്റെ മുമ്പിൽ വെച്ച് എൻ്റെ അനിയത്തെ കല്യാണം കഴിക്കാൻ പറ്റുക? അജു, നീ എന്നെ പ്രാങ്ക് ചെയ്യുകയാണോ? ആസ്തയ്ക്കാനായിട്ടറിയൂ, ഞാൻ നിന്റെ അച്ചു അല്ല. ഇന്നെൻ്റെ കല്യാണമാണ്. ഞാൻ നിന്നെ മറന്നു കഴിഞ്ഞു. എൻ്റെ മനസ്സിലിപ്പം നീ ഇല്ല. നീ വെറുതെ സീനാക്കല്ലേ. എല്ലാവരും ശ്രദ്ധിക്കാൻ തുടങ്ങി. എൻ്റെ മുഹൂർത്തത്തിന് സമയമായി. ഞാൻ പോട്ടെ. ഇനി എന്നെ അച്ചു എന്ന് വിളിക്കരുത്. അജയ്. ആസ്ത, ഓപ്പൺ യുവർ ഐസ്. നിങ്ങളൊക്കെ എന്താ ഇവിടെ? ചെറുതായിട്ടൊന്ന് കല്യാണം കഴിക്കേണ്ടി വന്നു. പറയാൻ പറ്റിയില്ല. സോറി. നിങ്ങളെല്ലാവരും ഞങ്ങളെ അനുഗ്രഹിക്കണം. ഇതെൻ്റെ 3ാമത്തെ മകന്. ഇവരുടെ എല്ലാവരും മുമ്പിൽ വെച്ച് നിങ്ങളെ അപമാനിച്ചില്ലേ? ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. അതിൻ്റെ ഒന്നും ആവശ്യമല്ല. നിങ്ങളുടെ വീട്ടിൽ കാണുമ്പോൾ എനിക്കൊരു വിഷമവുമില്ല. ഞാൻ കൂടുതൽ സന്തോഷത്തിലാണ്. എന്താ അവിടെ നടക്കുന്നേ? അഥർവ്, ഇതെന്റെ ചേച്ചിയാ ആസ്ത. അപ്പൊ ഇത്രയും കാലം ചേച്ചി കാത്തിരുന്നത് അഥർവിന് വേണ്ടിയായിരുന്നോ? എൻ്റെ പൊന്നനിയ, കുറച്ച് നേരത്തെ നീ എനിക്കൊരു വാക്ക് തന്നിരുന്നു. ഇപ്പോഴെന്താണ് നിന്റെ കൊക്ക് ചത്തുപോയോ? എനിക്കറിയാം ആസ്റ്റർ സ്നേഹിച്ചിരുന്നത് നിന്നല്ലാന്ന്. അതെനിക്ക് നല്ല ഉറപ്പുള്ള കാര്യമോ? അവൾ സ്നേഹിച്ചത് എന്നായിരുന്നില്ല. പക്ഷെ ഞാൻ സ്നേഹിച്ചത് അവളെ മാത്രം. ഈ കഴിഞ്ഞ 5 വർഷമായിട്ട് അവളെക്കുറിച്ച് ഓർക്കാത്തൊരു ദിവസം പോലെ എൻ്റെ ലൈഫിലില്ല. അവളെ കണ്ടപ്പോൾ ഇനി എനിക്ക് നഷ്ടപ്പെടുത്താൻ വയ്യ. ഇതിൽ നല്ലൊരു ചാൻസ് എനിക്ക് കിട്ടാനുമില്ല. സോറി ഏട്ടാ, എനിക്ക് അവൾ അത്ര ഇഷ്ടമായതുകൊണ്ടാണ്.
ഏട്ടൻ എന്നോട് ക്ഷമിക്കണം. ഏട്ടൻ ഇവളെക്കാൾ നല്ല പെൺകുട്ടി കേട്ടോ. ദിവ്യ, ആസ്ത, മക്കൾ മുകളിലേക്ക് പോയിക്കോ. അമ്മ ഒപ്പം വരാം. അതർ വന്ന് അവിടെ നിന്നേ, എനിക്കൊന്ന് സംസാരിക്കാനുണ്ട്. എങ്ങോട്ടാ? സപ്പോർട്ട് ചെയ്യൊന്നു വാ. നീയും നിന്റെ ഒരു കൊക്കും എൻ്റെ പട്ടി വരും നിന്നെ സഹായിക്കാം. നിനക്ക് ഞങ്ങളോട് യാതൊരു ഫീലിങ്സും ഇല്ലടാ. ഇവർ രണ്ടാളെ സ്നേഹിച്ചതിനെക്കാട്ടും കൂടുതലല്ലേ നിന്നെ സ്നേഹിച്ചേ, നിന്നെ ലാളിച്ചേ. അതിനുള്ള സമ്മാനമാണോ ഈ തന്നേ? 5 വർഷമായി നിനക്കൊന്ന് വരാൻ പോലും തോന്നിയില്ലേ? എന്നിട്ട് വന്നിട്ടോ അമ്മക്കും അച്ഛനൊക്കെ തന്ന സമ്മാനം. നിനക്ക് അവൾ ഇഷ്ടമാണെന്ന് പറയായിരുന്നെങ്കിൽ ഞങ്ങൾ നടത്തിയിരുന്നില്ലേ? ഇതിപ്പോൾ എല്ലാവരുടെ മുമ്പിൽ വെച്ച് നാണം കെടുത്തില്ലേ നീ ഞങ്ങളെ? അമ്മ, നിങ്ങൾ ഇഷ്ടമല്ലാഞ്ഞിട്ടല്ല, പറ്റിപ്പോയി. വരണം വിചാരിക്കും. എനിക്കവൾ ഭയങ്കര ഇഷ്ടമായി. നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചപ്പോൾ പിന്നെ എനിക്ക് എന്തൊക്കെ ചെയ്യാൻ തോന്നി. ഒന്നും എൻ്റെ കയ്യിലേറുന്നില്ല. അമ്മയും അച്ഛനെ ഇഷ്ടമല്ലാഞ്ഞിട്ടല്ല, ഞാൻ ദിവസം വിളിക്കാറില്ലേ, കാണാറില്ലേ. എനിക്ക് ഇങ്ങോട്ട് വന്നാൽ ഭ്രാന്ത് പിടിക്കണ പോലെ തോന്നും. അതാ. പിന്നെ ഇത് 5 വർഷത്തിന് ശേഷം കണ്ടപ്പോൾ ഇനിയും കൈവിട്ട് കളയാൻ എന്നെ കൊണ്ട് കഴിയില്ല. അമ്മ ഒന്ന് മനസ്സിലാക്കുക. അവൾ ക്ഷമിച്ചാലും ഞാൻ ക്ഷമിക്കില്ലടാ നിന്നോട്. ഒരച്ഛൻ്റെ രോദനം നിനക്ക് മനസ്സിലാവില്ല. നീ കാശാപിടിയായിട്ട് വരണം കാത്തിരിക്കരുത്. ഞാൻ ഓഡിറ്റോറിയത്തിൽ നീ ചെയ്തത് വലിയ ചതിയാ. ആസ്ത, ഞാൻ മനഃപൂർവ്വമല്ല. കല്യാണം മുടക്കാൻ അവനോട് ഒരു ഐഡിയ ചോദിച്ചെന്നുള്ളൂ. പക്ഷെ അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സത്യമായിട്ട് എനിക്കറിയില്ലായിരുന്നു. ഇതിപ്പോ മാപ്പ് ചോദിക്കാൻ പോലെ എനിക്ക് അർഹതല്ല. അരുൺ, നിനക്ക് എന്നെ ഇഷ്ടമായിരുന്നു അല്ലേ? ഞാൻ നിന്റെ ബെസ്റ്റ് ഫ്രണ്ടായി കണ്ടപ്പോൾ നിനക്ക് എന്നോട് പ്രണയമായിരുന്നു ഉണ്ടായിരുന്നതല്ലേ? എന്നെപ്പോലെ തന്നെ ഉണ്ടായിരുന്ന കാമുകി മരിച്ചുപോയി എന്നൊക്കെ പറഞ്ഞിട്ട് പറ്റിക്കോർന്നല്ലേ? നിന്നേറ്റ് അടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയണമെന്ന് വിചാരിച്ചതാ. പക്ഷെ ഫ്രണ്ട്ഷിപ്പ് പോകുന്നു കരുതി. ഇതൊന്നും മനഃപൂർവ്വമല്ല. അവനിങ്ങനെ ചെയ്യുന്ന ഞാൻ വിചാരിച്ചേ അല്ല. ഫ്രീഡം, തനിക്ക് എന്താ എന്നെ കുറിച്ച് അറിയാം? ഒരു ദിവസം കൊണ്ട് ഞാനിങ്ങനെ തൻ്റെ ഭാര്യയായ. ആസ്ത എണീക്ക്. അമ്മ, നമുക്ക് ഹോസ്പിറ്റലിൽ പോയാലോ? വാ. അതെ, നീ കാറെടുത്തേ. വേണ്ട, ഹോസ്പിറ്റലൊന്നും പോകണ്ട. വിരോധമല്ലെങ്കിൽ ഞാൻ നമ്മുടെ കൂടെ കിടന്നട്ടെ. ആക്രാന്ത കാണിച്ചില്ലടാ തെണ്ടി. അതിനെന്താ, മോളെന്ന് എൻ്റെ കൂടെ കിടന്നു. അപ്പൊ ഞാനെവിടെ കിടക്കോ? അച്ഛനെന്ന് എൻ്റെ കൂടെ വന്ന് കിടന്നോ? ഞാനവിടെ തനിച്ചല്ലേ. എന്നിട്ട് നിന്റെ ഭാര്യയാണെന്ന് കരുതി എൻ്റെ കൂടി ബോധം കളയാനാവും. എനിക്ക് വയ്യ. ഞാൻ എന്ത് വന്നാലും നിന്റെ കൂടെ കിടക്കാൻ പോകുന്നില്ല. അത് പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ്. താൻ എന്തൊക്കെയാ ചെയ്യാൻ പോകുന്നേ? ഞാൻ നിന്നെ കണ്ടിട്ട് പോലുമില്ല. ആ കല്യാണത്തിനന്ന് നിന്നെ ആദ്യമായിട്ട് കാണുന്നേ. ഞാൻ നിന്റെ ഭർത്താവായി പോയിട്ട് ജസ്റ്റ് ഒരു കണ്ടുപരിചയമുള്ള മനുഷ്യനെ പോലും കാണുന്നില്ല. താൻ എൻ്റെ അടുത്ത് വരുമ്പോൾ തന്നെ റേപ്പ് ചെയ്യാൻ പോകുന്ന പോലെ എനിക്ക് തോന്നുന്നേ. ഒന്ന് മനസ്സിലാക്ക്. നിനക്ക് സമ്മതം അല്ലെങ്കിൽ അപ്പം തന്നെ വേണ്ടാന്ന് വെക്കാറുന്നില്ലേ? ഒരു കല്യാണം നീ വേണ്ടാന്ന് വെച്ചതല്ലേ, പിന്നെ എന്തിനാ എന്നെ കല്യാണം കേൾക്കാൻ സമ്മതിച്ചേ? അതുപോലെ ഇതും വേണ്ടാന്ന് വെക്കാറുന്നില്ലേ? അതോ നിന്റെ കാമുക വരാമെന്ന് വിചാരിച്ച് കാത്തിരിക്കുവാണോ? അതോ നിന്റെ കാമുക വരുന്നു വിചാരിച്ച് ഇപ്പോഴും കാത്തിരിക്കുവാണോ? അങ്ങനെ ഒരാൾ കാത്തിരിക്കാണ്ടിരുന്നെങ്കിൽ നീ എൻ്റെ കയ്യിൽ താലി കെട്ടില്ലായിരുന്നു. അതോടെ എനിക്ക് കുറച്ച് സാവകാശം താ. എൻ്റെ വഴിക്ക് കുറച്ച് ദിവസം വീട്ട്. അച്ഛാ, എനിക്ക് അനന്തോട്ടൻ്റെ കൂടെ സ്കൂളിൽ പോകണ്ട. എനിക്ക് അനന്തോട്ടനെ പേടിയാണ്. അറിയാനെന്തോ കല്യാണം കഴിഞ്ഞ മുതൽ ഈ പേര് കേൾക്കാത്ത ദിവസങ്ങളില്ല. ഇന്നും രാത്രി ഇത് തന്നെ. നീ ആരെയും പേടിക്കുന്നേ? അതോ ഈ പറയുന്ന അനന്തുവാണോ നിന്റെ മറ്റവൻ? Don't touch me.
നിന്നെ തൊട്ട് പാറേക്കാളും അധികം നിൽക്കാം. ഞാൻ നോ പറഞ്ഞാൽ തീരാവുന്ന അധികാരമുള്ളൂ, ഭർത്താവായ തനിക്ക് പോലും. നീ ഇപ്പം ഈ കാണിച്ച ധൈര്യം രാത്രി എന്നും പേടിച്ച് കരയുന്നുണ്ടല്ലോ, അവനോട് പറയാൻ കാണിച്ചിരുന്നെങ്കിൽ ദിവസം സ്വസ്ഥമായിട്ട് നിൽക്കും. ദിവസം സ്വസ്ഥമായിട്ട് ഒന്ന് കിടന്നുറങ്ങായിരുന്നു. ജസ്റ്റ് ഒരു ഫ്രണ്ടായിരുന്നു കണ്ടിട്ട് എനിക്ക് സ്വസ്ഥമായിട്ട് കിടക്കായിരുന്നു. ഇന്നത് കേട്ടിട്ട് എനിക്ക് എന്താണെന്നറിയാതെ വേറെ. സത്യത്തിൽ നിന്റെ പ്രശ്നം താൻ ചോദിച്ചില്ലേ ഇപ്പോൾ എന്തെൻ്റെ പ്രശ്നം എന്ന്? ട്രസ്റ്റ് ഇഷ്യൂസ്. നിന്നെപ്പോലുള്ള ആളുകളൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല. എന്താ കാര്യം വെച്ചാൽ ശരിക്കും തെളിച്ചു പറ. ഇതാ നിന്റെ പ്രശ്നം. എല്ലാവരും ഒരുപോലെയല്ല. നീ പരിചയപ്പെട്ടവർ അങ്ങനെ ആയിരിക്കാം. നീ സ്നേഹിച്ചിരുന്നില്ലേ? അവൻ്റെ നിന്നെ ചതിച്ചതാണോ? അറിയില്ല, എല്ലാവരും അങ്ങനെയാണെന്നാണ് പറയുന്നത്. എനിക്ക് ചില സമയത്ത് തോന്നും. പക്ഷേ അങ്ങനെയാണെങ്കിൽ ഒരു വാക്കിനോട് പറഞ്ഞിട്ട് പോയിക്കൂടെ, ഇങ്ങനെ വേണ്ടാന്ന്, അല്ലെങ്കിൽ പിരിയാന്ന്. നാളെ വീട്ടിലേക്ക് കല്യാണം ആലോചിക്കാൻ വരാമെന്ന് പറഞ്ഞു. പിന്നെ കണ്ടില്ല. അന്നേ ഞാൻ നിന്നെ മുറുകെ പിടിച്ചിരുന്നെങ്കിൽ നീ ഇത്ര കാലം വേദനിക്കില്ലായിരുന്നു. 5 വർഷം മുമ്പ് ഞാൻ നിന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. അന്ന് മുതൽ പ്രണയിക്കാൻ തുടങ്ങിയത് ഞാൻ. ഏതോരുത്തനുമായി നീ ഇഷ്ടത്തിലാന്ന് പറഞ്ഞപ്പോൾ ഞാൻ കുറേ വേദനിച്ചു. നിന്നെ അവിടുന്ന് കണ്ടപ്പോൾ എന്തു നഷ്ടപ്പെടുത്തിയും നിന്നെ നേടണമെന്ന് തോന്നി. ഞാനങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ നീ നിൻ്റെ അച്ഛൻ ഉറപ്പിച്ച ആളെ കല്യാണം കഴിച്ചാണ്. അതാ പറഞ്ഞേ, നീ എനിക്കുള്ളതാണ് ദൈവം വിധിച്ചു. ദൈവം ഞാൻ നിനക്കുള്ളതാണെന്ന് വിധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാനൊരിക്കലും അയാളെ കല്യാണം കഴിക്കില്ലായിരുന്നു. അതളവ് എന്നോട് ചോദിച്ചില്ലേ ആരെ ആനന്ദമെന്ന്? എന്നെ കല്യാണം കഴിക്കുന്നതിനായിരുന്നു ആളുടെ പേര് ആനന്ദു. എൻ്റെ അമ്മയുടെ ആങ്ങളുടെ മോന്. ഐ ആം അബ്യൂസ്ഡ് ഇൻ മൈ ചൈൽഡ്ഹുഡ്. അവൻ എന്നെ ഹി യൂസ്ഡ് മൈ മൗത്ത് ആൻഡ് ഹാൻഡ്. കുറേ സഫർ ചെയ്തു. ആരോടും പറയാൻ പറ്റില്ല. എൻ്റെ 14-ാം വയസ്സ് തൊട്ടിട്ടെന്ന് അവൻ പിന്നെ അങ്ങനെയൊന്നും ചെയ്തില്ല. എന്നിട്ടിപ്പോൾ കല്യാണം കഴിക്കാൻ വന്നിരിക്കുന്നു. പിന്നെ അതെൻ്റെ അച്ഛനും അമ്മയും ദിവ്യ എൻ്റെ സ്വന്തം സിസ്റ്ററും അല്ല. എൻ്റെ അമ്മ 2ാമത്തെ വിവാഹം കഴിച്ചതാണ് അയാളെ. എൻ്റെ അമ്മ 2ാമത്തെ വിവാഹം കഴിച്ചത് ഈ അച്ഛനെ. അച്ഛനെ വിവാഹം കഴിച്ച് 2 വർഷമാകുമ്പോഴത്തേനും അമ്മ മരിച്ചു. അപ്പം അച്ഛൻ 2ാമത്തെ വിവാഹം കഴിച്ചതാണ് ഈ അമ്മയെ. അതിലുണ്ടായ മകളെ ദിവ്യ. എന്താ ആലോചിക്കുന്നത്? എന്ന് പറയുന്ന വീട് എവിടെയാ? എന്തിനാ അതറിഞ്ഞിട്ട്? അല്ല, ആ വഴി എങ്ങാനും പോവുകയാണെങ്കിൽ ഈ അനന്തു എന്ന് പറഞ്ഞവനെ കാണാതിരിക്കാൻ മാക്സിമം ശ്രമിക്കാണ്. കണ്ടു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ പ്രതികരിക്കാന്നറിയില്ല. ഇനി എന്നെ ഒരു ഫ്രണ്ടായെങ്കിലും കാണാലോ. ആലോചിക്കട്ടെ. എനിക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്. ചിലപ്പോൾ ഞാൻ ലേറ്റ് ആവും. ദിവ്യ, നീ എന്തേ ആലോചിച്ചിരിക്കുന്നത്? ഹേയ് ഒന്നുമില്ല. അജയ് എവിടെയായിരുന്നു? കുറെ നേരമായിട്ട് കണ്ടില്ല. എൻ്റെ കുറേ പഴയ പേപ്പേഴ്സ് ഉണ്ടായിരുന്നു. ആവശ്യമില്ലാത്തതായ കാരണം കുറച്ച് കൊണ്ടേ കളയും, കുറച്ച് കൊണ്ടേ കത്തിക്കാൻ വേണ്ടി പോയതായിരുന്നു. ആണോ? എനിക്ക് ആ പഴയ കുറച്ച് പേപ്പേഴ്സ് കൊണ്ടുപോകുമ്പോൾ അതിൽ ചേച്ചിയുടെ കുറച്ച് ഫോട്ടോസും പിന്നെ നിങ്ങളുടെ കുറച്ച് പഴയ ലെറ്റേഴ്സും വീണിട്ടുണ്ട്. തെളിവ് ബാക്കിയൊക്കെ ഉണ്ടാവും. ഇനി അതുകൂടി കൊണ്ടുപോയി കത്തിച്ചേക്കാം. ദിവ്യ, അജയാണോ ചേച്ചി തവണ കാത്തിരുന്നു? How you can do that? എന്തിനാ പാവത്തിനെ പറ്റിച്ച്? എന്തിനാ പിന്നെ എന്നെ കല്യാണം കഴിച്ചേ? ദിവ്യ, ഒന്നും മനഃപൂർവ്വമല്ല. ആശ്രയ ചീറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്തതല്ല. എന്നെ പോലത്തെ സാഹചര്യം അതായി. അതെന്താന്ന് പറയാൻ ഇപ്പോൾ സമയമില്ല. അജയേട്ടാ, ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ട്. ഒന്ന് പുറത്തു വരുമോ? നീ കറക്റ്റ് സമയത്താണ് വിളിച്ചത്. ഇല്ലെങ്കിൽ ഞാനെല്ലാം കേട്ടു. അതാ വിളിച്ചേ. ആസ്ത സ്നേഹിച്ചതും ഇത്രയും നാളെ കാത്തിരുന്ന ഏട്ടനായിരുന്നല്ലേ. ഏട്ടൻ എന്താ ഇത് മറച്ചു വെച്ചേ? ഞാൻ സ്നേഹിക്കുന്ന ആസ്തയാണെന്ന് മാത്രമല്ല ഏട്ടനിക്ക് അറിയാത്തത്. ദിവ്യയുടെ സിസ്റ്ററാണ് ആസ്ത എന്ന് ഏട്ടനിക്ക് അറിയാറുന്നില്ലേ? എന്നിട്ട് ഇങ്ങനെ അഭിനയിച്ചേ? ആസ്തയെ ആദ്യമായിട്ട് കണ്ടപ്പോൾ നിനക്ക് എന്താ തോന്നിയത് ശരിക്കും? അവളെ കണ്ടപ്പോൾ എവിടെ കണ്ടു മറന്നൊരു മുഖം പോലെ എന്തൊരു ഫീൽ വന്നു. അരുൺ, നിനക്ക് തോന്നിയ അതേ ഫീലിങ്സ് എനിക്കും തോന്നി. ഞാൻ വിചാരിച്ചു ഈ സോൾമേറ്റ് എന്നൊക്കെ പറയില്ലേ,
അതായിരിക്കും സംഭവം. പക്ഷേ നമുക്ക് രണ്ടാൾക്ക് തോന്നിയ അതേ ഫീലിങ്സ് അല്ല അദർവിന് ആസ്തയോട് തോന്നിയത്. ഏട്ടൻ എന്താ പറഞ്ഞു വരുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നമുക്ക് രണ്ടുപേർക്കും തോന്നിയ ഫീലിങ്സിൽ സത്യമുണ്ട്. മുമ്പ് കണ്ടു മറന്ന മുഖമല്ല, മുമ്പ് കണ്ട് ഇന്ന് ഓർത്തിരിക്കുന്ന മുഖം. നീ ചോദിച്ചില്ലേ അവൾ എന്തിനാ ചീറ്റ് ചെയ്തതെന്ന്? ആസ്തയെ അറിയാഞ്ഞിട്ട് പോലും എന്തിനാ ഞാൻ അഭിനയിച്ചതെന്ന്? എനിക്കെങ്ങനെയാടാ നമ്മുടെ രണ്ടുപേരും സ്വന്തം പെങ്ങളെ പ്രണയിക്കാൻ കഴിയുക, വിവാഹം കഴിക്കാൻ കഴിയുക? ആസ്ത നമ്മൾ അപ്പുവാണ് ഏട്ടാ. അതേടാ, നമ്മുടെ അപ്പുവാണ് ആസ്ത. ഞങ്ങൾ പ്രണയിക്കുന്ന സമയത്ത് അവളുടെ വീട്ടിൽ വന്ന് പ്രപ്പോസ് ചെയ്യാൻ പറഞ്ഞിരുന്നു. അവൾക്കൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി അവളോട് പറയാതെ ഞാൻ അവളുടെ വീട്ടിൽ പോയത്. വീട് തുറന്നിരിക്കുമായിരുന്നു. കുറേ പുറത്തുനിന്ന് വിളിച്ച് ആരും കാണാതായപ്പോൾ ഞാൻ വീട്ടിൽ ഹോളിലേക്ക് കയറി. ആ ഹോളിൽ തന്നെ ഒരു ഫോട്ടോ തൂക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആസ്തയുടെ ചെറുപ്പത്തിൽ ഫോട്ടോ ആയിരുന്നു. അത് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി അത് നമ്മുടെ അപ്പുവാണെന്ന്. കൂടെ നിൽക്കുന്നത് നമ്മുടെ രണ്ടുപേരും അമ്മയും, പിന്നെ നമ്മുടെ രണ്ടുപേരെയും അച്ഛനും ഉപേക്ഷിച്ച് പോയപ്പോൾ അമ്മയുടെ കൂടെ ഉണ്ടായിരുന്നില്ലേ അമ്മയുടെ കാമുകൻ, അയാൾ. അതേടാ ആസ്ത പശ്ചാത്തലം നിൽക്കുന്നത് അദ്ദേഹത്തെ. നമുക്കത് അച്ഛനോട് പറയണ്ടേ, എല്ലാവരോടും പറയണ്ടേ? അദർവിനോട് എന്ത് പറയണം? അവൾ അവൻ്റെ ആരാന്ന് ചോദിച്ചാൽ അത് ഇതെന്ത് കയ്യിലൊക്കെ ബ്ലഡ്? അതെന്തോ ഒരു ആക്സിഡന്റ് പറ്റിയത്. ആസ്ത മോൾക്ക് അജയന് മുന്നേ അറിയായിരുന്നോ? അജയൻ്റെ കൂടെ കോളേജിൽ കുറേ പ്രാവശ്യം ഞാൻ കോളേജിൽ വെച്ച് കണ്ട പോലെ തോന്നിയിട്ടുണ്ട്. അമ്മക്ക് ആള് മാറിയതാവും. അത് ആസ്ത ഒന്നല്ല, അത് വേറെ ഏതെങ്കിലും ഫ്രണ്ട് ആവും. അജയ് കള്ളം പറയേ, അമ്മ കണ്ടത് എന്നെ തന്നെ. നീ അല്ല ഇപ്പൊ അവളെ അറിയില്ല എന്ന് പറഞ്ഞേ. എല്ലാരും ഒന്ന് സൈലന്റായി. എന്റെ പഴയൊരു ഫ്രണ്ട് വിളിക്കുന്നുണ്ട്. ഞാൻ ഇന്നലെ നാട്ടിലെത്തിയപ്പോഴാ നിന്റെ വിവാഹം കഴിഞ്ഞ ആരും അറിയുന്നത്. നീ പറയാത്ത കാരണം കുറച്ച് അസൂയ ഉണ്ടായിരുന്നു. എന്തായാലും നാളെ പരിഭവമൊക്കെ തീർക്കണം. എന്ത് പറയുന്നു നിന്റെ അജയേട്ടൻ? പണ്ട് പ്രേമിച്ചെന്ന് കാമുകിയല്ലേ പനിയെ വേണം വിളിച്ചിരിക്കുന്നത്. നീ എന്താ പറഞ്ഞു? നീ ടെൻഷൻ ആവണ്ടെന്ന് വിചാരിച്ചോ അന്ന് പറയാതിരിക്കും. നിന്റെ അജയേട്ടനായിട്ട് അവളെ ഇഷ്ടത്തിലുണ്ടായിരുന്നു. അതാ നിന്നോട് അത് ഒഴിവാക്കാൻ പറഞ്ഞു. ഏട്ടനെ ചോദിച്ചിട്ട് അവൾ സ്വന്തമാക്കണ്ടല്ലോ വിചാരിച്ചു. പക്ഷെ നീ അത് തന്നെ ചെയ്തു. അജയ്, നീ അവളുമായി എന്താ പ്രശ്നം? ഏട്ടന്റെ പണ്ടത്തെ കാമുകിയായിരുന്നു അവസ്ഥ. കുറച്ചു കഴിഞ്ഞപ്പോൾ ഏട്ടൻ മടുത്തു വന്നു. അതുകൊണ്ട് ഏട്ടൻ അവളെ ഉദ്ദേശിച്ചു. എന്നിട്ട് അവൾ അനിയത്തി കസറയിട്ടത്. ഈ വിഷയം നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. ഞാൻ ചുമ്മാ ഒന്ന് ചോദിച്ചെന്നുള്ളൂ. അതിപ്പോ ഇവിടെ കെട്ടി നിൽക്കുന്നേ. ഇതുവരെ നിങ്ങൾ തമ്മിൽ ഒരു വഴക്കെട്ടിട്ട് പോലും കണ്ടിട്ടില്ല. ഇല്ല അമ്മേ, എനിക്കറിയണം ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഉദ്ദേശിച്ചത്. കാരണം യു ആർ മൈ സിസ്റ്റർ. എൻ്റെ ഇവൻ്റെ സിസ്റ്ററാണ്. ഇതറിഞ്ഞപ്പോഴാ ഞാനെല്ലാം ഉപേക്ഷിച്ചത്. അല്ലാതെ ഞാൻ നിന്നെ ചതിച്ചതല്ല. എന്തായി പറയുന്നേ? അജയ് ജസ്റ്റ് ഷട്ട് അപ്പ്. നിങ്ങൾ രണ്ടുപേരുടെ അനിയൻ, നിങ്ങൾ രണ്ടുപേരും ഉറക്കി കെടുത്തിയപ്പോൾ നിങ്ങൾ രണ്ടുപേരും. അപ്പൊ ഞാൻ എവിടെ? നിങ്ങൾ രണ്ടുപേരും അവളുടെ സിസ്റ്റർ ആണെങ്കിൽ അവൾ എൻ്റെ ആരാ? ഞാൻ അവളുമായി ഒരു ബന്ധം അല്ലെങ്കിൽ നിങ്ങളുമായി എനിക്ക് എന്താ ബന്ധം? അപ്പൊ ഞാൻ ഓരോല്ലേ ഇവിടെ? ഇവരുടെ അമ്മ പോയ പിന്നെ അവളുടെ അനിയത്തിനെ ഞാൻ കല്യാണം കഴിക്കേണ്ടി വന്നു. അവൾക്ക് കുട്ടികൾ ഉണ്ടായില്ല എന്ന് പറഞ്ഞു. ഒരു പ്രാവശ്യം ഞങ്ങളൊരു ഓർഫനേജിൽ പോയപ്പോൾ അവിടെ നിന്ന് കണ്ടത് നിന്നെ ഒരുപാട് ഇഷ്ടമായി. അന്ന് കൂടെ കൂട്ടി. ഇന്ന് വരെ ഇവരെ പോലെ അല്ല, ഇവരെക്കാൾ കൂടുതലാണ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നത്. ഞാനെന്നല്ല, ഞങ്ങളെല്ലാവരും. മോനെ, നീ ഇത് എങ്ങോട്ടാ? ഈ വീട്ടിൽ ആരുമില്ലാത്തത് ഞാനും, ഒരു ബന്ധത്തിലും പെടാത്തത് ഞാൻ ഇവിടുന്ന് പോവേ. അല്ലെങ്കിൽ
എനിക്കിതൊന്നും ഉൾക്കൊള്ളാൻ പറ്റില്ല പെട്ടെന്ന്. എനിക്ക് കുറച്ച് സമയം വേണം. ഏതായാലും പോവല്ലേ. കുറച്ച് ദിവസമായി ഞങ്ങൾ കാര്യം പറയാൻ വെച്ചാൽ ഒന്ന് പുറത്തോട്ട് വരും. എന്താ പറയാനുള്ളത്? നിന്നെ ഞാൻ എൻ്റെ കൂടെ വിളിക്കുന്നില്ല. കാരണം നിന്നെ വിവാഹം കഴിച്ചെങ്കിൽ എന്നെ നീ നിന്റെ ഭർത്താവായിട്ട് അംഗീകരിച്ചിട്ടില്ല. പിന്നെ നിന്റെ വീട്, നിന്റെ അച്ഛൻ, നിന്റെ സഹോദരങ്ങൾ, അവരുടെ ഇടയിൽ നിന്നെ എങ്ങോട്ട് കൊണ്ടുപോകാൻ ഞാൻ വിളിച്ചാൽ നീ വരുമോ? അതെ, നീ വിളിച്ച ഇങ്ങോട്ട് വേണമെങ്കിൽ ഞാൻ വരും. നീ എൻ്റെ ഭർത്താവല്ലേ. ഇന്നിനി പോകണം. നമുക്ക് ഇവിടെ കൂടിയാലോ? അമ്മ, അച്ഛ, ഏട്ടന്മാരെ, ഞാൻ പോകുന്നില്ല. എനിക്ക് പെട്ടെന്നൊക്കെ ഉൾക്കൊള്ളാൻ കഴിയും. ഞാനിവിടെ നിന്നോളാം. നീയല്ലേ പറഞ്ഞു കുറച്ച് ദിവസം സമയം വേണമെന്നൊക്കെ. പുറത്ത് പോവാണ്. നീ പോയിട്ടൊക്കെ വാടാ. മൈൻഡൊക്കെ റിലാക്സ് ആക്കിയിട്ട് മതി. ഞങ്ങളെ കുഞ്ഞനിയനല്ലേ, ഇനി നിനക്ക് ഉൾക്കൊള്ളാനുള്ള സമയം. ആ സമയം എടുത്ത് പതുക്കെ വന്നാൽ മതി. ഞങ്ങൾക്ക് ഒരു നിർബന്ധമില്ല. അന്ന് അനന്തേട്ടൻ്റെ അഡ്രസ്സൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ കരുതി അവന് പോയി രണ്ട് കൊടുക്കുന്നു. നല്ല ആളാ. അവനെ കാണാതിരിക്കാൻ ശ്രമിക്കാനാണ് ഇത്ര പാവമായി പോയല്ലോ. ചേച്ചി അറിഞ്ഞായിരുന്നോ? അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു അനന്തേട്ടനെ കാണാനുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഇത് ഡെഡ് ബോഡി കിട്ടിയിരിക്കുന്നു. ന്യൂസിലൊക്കെ കാണിക്കുന്നുണ്ടെന്ന്. നമുക്കൊന്ന് പോകണ്ടേ? പക്ഷെ ഇതൊന്നുമല്ല, ആരോ കൊന്നൊക്കെ എത്ര അനന്തേട്ടൻ.